നമസ്തേ കേരള ന്യൂസിന്റെ ക്ഷേത്ര ചൈതന്യ രഹസ്യം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മണ്ണാന്തര ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ അത്ഭുത ചൈതന്യം. കലശപൂജ നടക്കുന്നതിനിടയിൽ പിഞ്ചു ബാലിക പ്രത്യക്ഷപ്പെട്ടത് ഭക്തജനങ്ങളിൽ അത്ഭുതമുളവാക്കി. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ പാറോട്ടുകോണം തട്ടിനകം മണ്ണാന്തര ചാമുണ്ഡി ക്ഷേത്രത്തിൽ 2024 നവംബർ മാസത്തിൽ കലശപൂജ നടക്കുന്നതിനിടയിൽ ചാമുണ്ഡി ദേവിയുടെ ചൈതന്യമുണ്ടായത് ഭക്തർക്കിടയിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. കലശപൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വൈകുന്നേരം ഒരു 6:30 സന്ധ്യാ ദീപാരാധന സമയത്തിന് മുൻപ് ക്ഷേത്രത്തിന് സമീപത്തുള്ള തോട്ടക്കാട് ദേവി ക്ഷേത്രത്തിൽ അതീവ സുന്ദരിയായ ഒരു പിഞ്ചു ബാലികയെ കാണപ്പെട്ടത്രേ. ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു കയറിയ ബാലിക ദേവിയുടെ നടയിൽ തൊഴുതു നിൽക്കുകയും ക്ഷേത്ര ജീവനക്കാരോട് ചില വിവരങ്ങൾ ആരായുകയും ചെയ്തു. ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കലശപൂജകൾ നടക്കുന്ന വിവരം നേരിട്ട് അറിയിക്കുവാൻ വന്നതാണെന്ന് ബാലിക പറഞ്ഞപ്പോൾ തോട്ടക്കാട് ദേവി ക്ഷേത്രത്തിലെ ജീവനക്കാർ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ കുട്ടിയെ ധരിപ്പിച്ചത്രേ. ക്ഷേത്ര പൂജാരി ബാലികയ്ക്ക് പ്രസാദവും പഴവും നൽകിയത് വാങ്ങി ബാലിക തിരികെ മടങ്ങാനൊരുങ്ങി. ബാലികയോട് വീട് എവിടെയാണെന്നും തനിച്ചാണ് പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് കൂട്ടിനാളെ അയക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ബാലിക ചിരിച്ചുകൊണ്ട് ഞാൻ താമസിക്കുന്നത് മണ്ണാന്തര പാലം കഴിഞ്ഞ് അടുത്തുള്ള വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങുകയാണുണ്ടായത്. നാളിതുവരെ ഈ പ്രദേശങ്ങളിലുള്ളവർ ആരും തന്നെ ഇതുപോലൊരു കുട്ടിയെ കണ്ടിട്ടില്ല എന്നത് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ക്ഷേത്രത്തിനകത്ത് സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച അവസരത്തിൽ ഏവരും ഞെട്ടുകയാണുണ്ടായത്. ബാലികയുടെ ക്ഷേത്രത്തിന് പുറത്തുള്ള ദൃശ്യങ്ങൾ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ബാലിക തോട്ടക്കാട് ദേവി ക്ഷേത്രത്തിൽ പ്രവേശിച്ച അവസരത്തിൽ ക്ഷേത്രതന്ത്രി കീഴില്ലം അരയാൽ കേശവൻ നമ്പൂതിരിക്ക് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു എന്നാണ് പിന്നീട് അറിയുവാൻ കഴിഞ്ഞത്. മണ്ണാന്തര ചാമുണ്ഡി ദേവി തന്നെയാണ് പിഞ്ചു ബാലികയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ടവരും ഈ സംഭവം അറിഞ്ഞ ഭക്തരും ഒരേ സ്വരത്തിൽ പറയുന്നു. ക്ഷേത്രം അധികൃതർ ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ വിശദീകരണമായി നൽകുമ്പോൾ ഇതിനൊരു മറുചോദ്യത്തിന് പ്രസക്തിയില്ല. അമ്മേ ശരണം, ദേവി ശരണം.